നിന്റെ വിരുന്ന് മേശകളിൽ മുറിക്കപ്പെട്ട അപ്പമാകുവാൻ. ഈ തിരിച്ചറിവോടുകൂടി പിറന്നു വീണ സമയം മുതൽ കൈകാലിടിട്ടടിച്ച് കരയുവാൻ മാത്രമറിയാമായിരുന്ന നിന്നെ ഇത്രയേറെ വളർത്തിയ നല്ല ദൈവം, ആ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന തിരിച്ചറിവോടുകൂടി ഇതുവരെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഈ ബലി ഒന്നു ചേർന്ന് നമുക്കർപ്പിക്കാം. പരിപാലിക്കണമേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ
കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അവിടുന്ന് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിന്റെയും ഉന്നതമായ തൃണാസിന്റെയും അലംകൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിന്റെയും മുൻപാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവേന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, ഈ നിമിഷം രക്ഷയുടെ അടയാളമായ വിശുദ്ധ സ്ലീവായെ ചുംബിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. 4 വൈദികർ, 2 വൈദികർ അൾത്താരയുടെ മുൻപിലും 2 വൈദികർ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തുമായി വിശുദ്ധ സ്ലീവായുമായി നിങ്ങളെ സമീപിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വരുന്നത് പോലെ 2 ലൈനായിട്ട് വന്ന് രക്ഷയുടെ അടയാളമായ വിശുദ്ധ സ്ലീവായെ ചുംബിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്ന എല്ലാവരും പരിശ്രമിക്കുക. നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. സ്ലീവാ നമ്മൾ എന്നും നന്മകൾ തൻ ഉറവിടമാ. രക്ഷിതമായതു വഴിയാ മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയിടും കോട്ടയുമാ. ദുഷ്ടനയും പിണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. ശരണം
സുതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നെന്നും. രക്ഷകനാം മിശിഹായേ കനിവോടു നീ തിരുസഭയെ പാവനമാക്കണമേ നിൻ മഹിമയ്ക്കായി അർപ്പിതമാ. ദേവാലയമതിലങ്ങി കാരുണ്യം ചൊരിയണമേ. സുസ്ഥിരമാക്കണമേ നിൻ ബലിപീഠം തിരുമേയും. ദിനവുമിതിൽ പരികർമ്മം ചെയ്യുന്നു ആഘോഷമോടെ. ആദിമുതൽക്കേ എന്നേക്കും ആമേനാമേൻ. ചോദിപ്പോർക്കു ലഭിക്കും, തേടുന്നോ കണ്ടെത്തും. കരുണയുടെ ദാസനോടരുൾ ചെയ്ത കർത്താവേ, ജീവിത വീഥികളിൽ നിൻ തിരുവിഷ്ടം നിറവേറ്റാൻ ആവശ്യകമാം കഴിവും തുണയുമിവർ യാചിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. ശ്രീവാനങ്ങൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാം. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയിടും കോട്ടയുമാ. ദുഷ്ടനയുമവൻ കെണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. ശ്രീവാനങ്ങൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാം. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയിടും കോട്ടയുമാ. ദുഷ്ടനയുമവൻ കെണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. ശരണം ഞങ്ങൾ തേടിയിടുന്നു തിരുനാമത്തിൽ. ശ്രീവാനങ്ങൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാം. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയിടും കോട്ടയുമാ. ദുഷ്ടനയുമവൻ കെണികളും അതുവഴി നാം വിജയിച്ചിടട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ
നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലെങ്കിൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാകർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവനനായ സർവേശ, പരിപാവനനായ ബലവാനേ, പരിപാവനനായ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനായ സർവേശ, പരിപാവനനായ ബലവാനേ, പരിപാവനനായ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങൾ കണ്ടു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എൻ്റെ സഹോദരരെ, സംഖ്യയുടെ പുസ്തകത്തിലുള്ള വായന അധ്യായം 11 വാക്യങ്ങൾ 23 മുതൽ 35 വരെ ഗുരു ആശ്രയിച്ചാലും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ?
എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. മോശ പുറത്തു ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിന് ഉള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്ക് ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന് സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭു, അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നു പോ. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. മോശയും ഇസ്രായേൽ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിന് ചുറ്റും 2 മുഴം ഘനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. ജനം അന്നും പകലും രാത്രിയും പിറ്റേന്ന് കാടപ്പക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടി. അവർ അത് പാളയത്തിന് ചുറ്റും ഉണക്കാനിട്ടു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കെത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നു പേരിട്ടു. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം അസ്രോത്തിൽ ചെന്ന് താമസിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവീൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 46, വാക്യങ്ങൾ 5 മുതൽ 13 വരെ. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമാനനായി ആരുണ്ട്? മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലിക്ക് കൊടുക്കുന്നു. അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്നു. അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അത് ചലിക്കുന്നില്ല. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതിക്രമികളെ ഓർമ്മിക്കുവിൻ. നിങ്ങളിത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനുമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശ്യങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശ്യം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. കിഴക്ക് നിന്ന് ഒരു ഹിംസ്രപക്ഷിയെ ഞാൻ വിളിക്കും. എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്ത് നിന്ന് വരുത്തും. ഞാൻ പറഞ്ഞു, അത് ചെയ്യും. തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു, അത് വിദൂരത്തല്ല. ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. ദൈവമായ കർത്താവിന് സ്തുതി.
പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ സെബസ്ത്യാനോസി നിർമ്മലമാം അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിതാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ സെബസ്ത്യാനോസി നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ സെബസ്ത്യാനോസി നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ സെബസ്ത്യാനോസി നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോറി വരുവിൻ നിങ്ങൾ. ശുചിയാക്കി ഭൗതിക ചിന്ത
ശുചിയാക്കിടുവിൻ ശിശുവിനു തുല്യം നിർമ്മലരായി തീരുക വീണ്ടും. ദൈവാത്മാവിൻ ഗീതം ചൊരിയുകയാണോ ദൈവിക രാജ്യം പാകെ ശാശ്വത ഭാഗ്യം നിറയും വഴികൾ വെളിവാക്കുന്നു. നിഴലാം നിയമം വിളിക്കൂ, നൂതന നിയമം പാലിച്ചവനാ പൗലോസ്. ശ്രീനാഥന്റെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടു തീരുവിൻ. ഇസ്രായേലിൻ തീഷ്ണൻ ശാവോലിനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നെ തീഷ്ണതയേറും മാതൃക നൽകാം. ശാവോലെന്നാൽ യൂതൻ, നിയമം ശാസ്ത്രം തിരശീലകളാലന്തൻ. മിശിഹായവരിൽ തൻ നിയമത്താൽ ആഴ്ച പകർന്നു. പൗലോസ് എഴുതിയ നമ്മയുമിപ്പോൾ ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയുക്തം. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 7-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മുൻകാലങ്ങളിൽ അനേകൻ പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചിട്ടില്ല. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേദനിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാവങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശബ്ദത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനച്ചുരുളുകളിൽ
വിരിയും അനുപമമാ ത്രിത്വ സ്നേഹത്തെ വാഴ്ത്തിടാം. വചനച്ചുരുളുകളിൽ വിരിയും അനുപമമാ ത്രിത്വ സ്നേഹത്തെ വാഴ്ത്തിടാം. വചനം മാംസമാ വീണ്ടും ഫലമണിയാ ഓരോ മനസ്സുകളിൽ അണയുകയാ. വചനം മാംസമാ വീണ്ടും ഫലമണിയാ ഓരോ മനസ്സുകളിൽ അണയുകയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ്തോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസോസിൽ നാഥാ ജനതയിൽ ഈ ഗ്രന്ഥം ധ്യാനിപ്പൂമി മഹിമകളെ മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ്തോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസോസിൽ നാഥാ ജനതയിൽ ഈ ഗ്രന്ഥം ധ്യാനിപ്പൂവിൻ മഹിമകളെ മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൽ യൂദയ സഭയിൽ മത്തായി മർക്കോസ്തോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫേസോസിൽ നാഥാ ജനതയിൽ ഈ ഗ്രന്ഥം ധ്യാനിപ്പൂനിൻ മഹിമകളെ മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു.
വിശ്വാസികളെ കേൾപ്പിൻ സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോദാൽ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂമിയിൽ. ഈ സത്യന്തം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവൻ വചനം കേൾക്കുകയൊഴിക്കും സാത്താൻ ബാധകളേതും ഭീതിയോടുടനെ ഒഴിവാങ്ങിയിടും. പ്രഭവിതറിയിടും ദീപം ജീവൻ തന്നെ ഈ സദ്വചനം ആരിൽ വിധിയാളനയിൽ വചനം സുതര വെളിവാക്കുന്നു. വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൽ വിത്തുവിതയ്ക്കാൻ വന്നു. വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. നാദം മൊഴിയും നാദം ഭാഗ്യവുമുയരും കരുണയും ഉലകിൽ തൂകും. ശരണവും മനുഷ്യ കൃപയുമിതേകും അനുജനുമോദ. ദൈവകുമാരൻ ഭൂമിൽ മാനവനായി തിരുവവതാരം ചെയ്തു. കന്യകയിൽ നിന്നൊരു നാളിൽ ജാതിനുമായി രോഗം സജയം നീക്കി മൃതരിൽ ജീവൻ പുനരവനേകി പോകാ. പുനരുത്ഥാനം ചെയ്തൊരു നാഥൻ സ്വർഗം പൂകി. സുവിശേഷകനാമത്തായി അനുഭവമൊന്ന് നാം വിവരിക്കുന്നു കേൾക്കാൻ. ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. സ്വർഗം പോകാൻ പോലും വാതിലിതല്ലോ വഴിയുമിതല്ലോ നിത്യം. ഈ വഴി പോയാൽ അപകടമെന്നേ രാജ്യം നേടാ. ഹൃദരീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ചേലേ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായി, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി.
സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5 വാക്യങ്ങൾ 13 മുതൽ 16 വരെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറിയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ച, മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, ആദരണീയരായ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ആദിമസഭയിലെ ക്രിസ്ത്യതയുടെ ഉത്തംഗമമായ ഉദാഹരണവും വിശ്വാസത്തിൻ്റെയും ധീരതയുടെയും ധാർമ്മികതയുടെയും ഉൾക്കരുത്തുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കരിങ്കുന്നം ഇടവകക്കാരും ഈ പ്രാന്തപ്രദേശത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാ നിർഭരമായി നേരുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് വർഷങ്ങളായി തിരുനാളുകൾക്കിടയിൽ നമുക്ക് കേട്ടിട്ടുണ്ട്. അതിലൊരു ചെറിയ ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. AD 288 മരത്തോട് ബന്ധിപ്പിക്കപ്പെട്ട് ഇരുമ്പ് കമ്പികളുടെ മുൾമുനകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേറ്റി മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്ന ഒരു പുരുഷൻ. പടയാളികളും ചക്രവർത്തിയുമൊക്കെ അവൻ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന അവസരത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് അവൻ രക്ഷപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, രക്ഷപ്പെട്ടതിൽ ഇനി ജീവനം കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് അവൻ കരുതിയില്ല. പൂർവാധികം ശക്തിയോടുകൂടി ധീരതയോടുകൂടി തനിക്ക് കിട്ടിയ ജീവനുമായി ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അധാർമികനായ ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് അവന്റെ അധാർമികർക്കെതിരെ വിരൽ ചൂണ്ടുന്ന വിശുദ്ധനെയാ നമ്മൾക്ക് ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് സത്യനായ സത്യദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അവനെ മാത്രമേ പൂജിക്കുകയുള്ളൂ, അവനെ മാത്രമേ ധൂമിക്കുകയുള്ളൂ എന്ന്. ചക്രവർത്തിയെയോ അവന്റെ ബിംബങ്ങളെയോ അവന്റെ പ്രതിമകളെയോ ഞാൻ ആചരിക്കുകയില്ല, ആരാധിക്കുകയില്ല, ധൂമിക്കുകയില്ല എന്ന് ഒരു ചക്രവർത്തിയുടെ മുഖത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് ധാർമ്മിക രക്ഷത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു വിശുദ്ധൻ, ധീരനായ വിശുദ്ധൻ. അതേ സ്നേഹമുള്ള ആദർശധീരയുടെ ഹിമാലയ സ്വരൂപമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ
ധാർമ്മിക പ്രബുദ്ധത ജാതിമത ഭേദമന്യേ നാം എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി മരണം വരെ ധീരമായി അവന്റെ ധാർമ്മിക പ്രബുദ്ധതയോടുകൂടി ക്രിസ്തീയ വിശ്വാസത്തോടുകൂടി പോരാടിയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയുന്നത്. ആയതിനാൽ അവന്റെ ഗുണഗണങ്ങളും മാതൃകകളുമൊക്കെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും നാം സ്വായത്തമാക്കണം. പഴയ തലമുറയുടെ ജീവനുള്ള വിശ്വാസമാണ് ഇന്നത്തെ തലമുറകളായ നമുക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. പഴയ തലമുറയെ നയിച്ചു കൊണ്ടിരുന്നത് ഈശ്വര വിശ്വാസവും മാനവക സാഹോദര്യവുമാണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരാൻ പറ്റുന്നത് അധാർമികമായ പാപ്പരിതമാണ് എവിടെയും കണ്ടുവരാൻ പറ്റുന്നത്, കാണുന്നത്. ഓർക്കുക, നമ്മളുടെ അധാർമികമായ ജീവിതമാണ് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ധാർമ്മിക പ്രബുദ്ധത മാറ്റിവെച്ചുകൊണ്ട് അധാർമികമായ ജീവിതത്തിനാണ് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ആയതിനാണ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ജി ശങ്കരക്കുറുപ്പ് ഒരു കവിത എഴുതി. ആ കവിതയുടെ പേരിപ്രകാരമാ പെൺകുട്ടിയെ കാണാനില്ല എന്ന്. ആ കവിതയിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്നതിന്റെ ഇതിവൃത്തം ഇപ്രകാരമാണ്: ഏതോ ഒരു അജ്ഞാതൻ എന്തോ ഒരു കാരണത്താൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊല്ലുകയാണ്. കൊന്നിട്ട് ആരും അറിയാതെ അദ്ദേഹം തന്നെ കുഴിച്ചു മൂടുകയാണ്. അന്വേഷണങ്ങൾ പോലീസുകാരും വീട്ടുകാരും നാട്ടുകാരും പല തരത്തിൽ നടത്തുന്നുണ്ട്. അവസാനം താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ അജ്ഞാതൻ തന്നെ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുകയാണ്: പെൺകുട്ടിയെ കാണാനില്ല. അതാ കവിതയുടെ പേര്. ഇതിൽ ജി ശങ്കരക്കുറുപ്പ് കുറിച്ചു വെക്കുന്നത്, ഈ കവിതയിൽ നൽകുന്ന സന്ദേശം ഇതാണ് സ്നേഹമുള്ളവരെ: ധാർമ്മികതയുടെ അടിത്തറയായ ദൈവവിശ്വാസം ആടിയുലയുമ്പോൾ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും സംഭവിക്കുമെന്ന്. ധാർമ്മിക ജീവിതത്തിന്റെ അടിത്തറയായ ദൈവവിശ്വാസം ആടിയുലയുമ്പോൾ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും സംഭവിക്കുമെന്ന് ജി ശങ്കരക്കുറുപ്പ് പെൺകുട്ടിയെ കാണാനില്ല എന്ന കവിതയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ആധുനിക ലോകത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഈ കവി എഴുതിയത് എത്രമാത്രം യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒന്ന് ഓർത്തുകൊള്ളുക, പ്രത്യേകിച്ച് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെ ശവക്കല്ലകളിൽ നിന്നും അവരുടെ വിശ്വാസം പിഴുതെടുത്തുകൊണ്ട് ഇന്നിൽ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഇന്നിൽ അത് നട്ട് വളർത്തിയില്ലെങ്കിൽ, നട്ട് വെള്ളമൊഴിച്ച് വളർത്തിയില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വത്തും സ്വസ്ഥതയും മാത്രമല്ല, സമാധാനവും നമ്മുടെ സമാധാനത്തിന്റെ വിളനിലമായ കുടുംബ ജീവിതവുമാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പൂർവ്വപിതാക്കന്മാരുടെ ശവക്കല്ലറകളിൽ നിന്നും അവരുടെ വിശ്വാസം പിഴുതെടുത്തുകൊണ്ട് ഇന്നിന്റെ തലമുറകളിൽ നമ്മുടെ ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ വിശ്വാസം നട്ടു വളർത്തി വലുതാക്കിയില്ലെങ്കിൽ സ്നേഹമുള്ളവരെ, നാമൊക്കെ കെട്ടിവിളപ്പാക്കുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അടിത്തറയാണ് ഇളകിപ്പോകുന്നത് എന്ന് വിശുദ്ധന്റെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാ പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും വിളനിലമാണ് എന്ന് ഓർക്കുക. 2015 ഒക്ടോബർ മാസം 8-ാം തീയതി റോമിലെ പരിശുദ്ധ സിംഹാസനം 2 ദമ്പതിമാരെ അൾത്താര വണക്കത്തിനായി ഉയർത്തുകയുണ്ടായി. ഒരുപക്ഷെ നമ്മളൊക്കെ അത് ശ്രമിച്ചതായിരിക്കാം, നമ്മൾ അറിഞ്ഞതായിരിക്കാം. മറ്റാരുമല്ല, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മാതാപിതാക്കളായ മാർട്ടിനെയും സെലിനെയും. സ്നേഹമുള്ളവരെ, ഈ മാർട്ടിനും സെലിനും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാൻ അവരെ രക്തസാക്ഷികളായിട്ടില്ല. യേശുവിന്റെ സുവിശേഷം ഘോരഘോരം പ്രഘോഷിച്ചിട്ടില്ല. പക്ഷേ അവർ യേശുവിന്റെ സുവിശേഷം കുടുംബത്തിൽ ജീവിക്കുക മാത്രമാണ് ചെയ്തത്. അവരുടെ ജീവിതം ഇപ്രകാരമായിരുന്നു. വെറും 24 വയസ്സ് മാത്രമാണ് കൊച്ചു ത്രേസ്യ ജീവിച്ചത്. അതും കന്യാസ്ത്രീയായി നിന്നുകൊണ്ട്. അതിൽ 10-15 വർഷമേ വീട്ടിൽ ജീവിച്ചുള്ളൂ. അവളുടെ ആ കുട്ടിക്കാലത്ത് അവൾക്ക് കുടുംബത്തിലുണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന, പഠന സമയത്തുണ്ടാകുന്ന കൊച്ചു കൊച്ചു വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തൻ്റെ മാതാപിതാക്കന്മാരോട് പറയുമ്പോൾ സെലിനും മാർട്ടിനും തൻ്റെ മകളോട് പറഞ്ഞു കുറെ ആശ്വാസവാക്കുകളും പരിഹാര മാർഗങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും അവർ അവസാനം അത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്രകാരമാണ്: മകളെ, ഞാൻ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ഒരുപക്ഷെ നിനക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല.
നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ പോകുക, എങ്ങോട്ടുമല്ല, നിന്റെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സക്രാരിയിൽ നിന്റെ ഓരോ രോധനങ്ങളും വേദനകളും വിഷമങ്ങളും ആവശ്യങ്ങളും കേൾക്കുവാൻ ജീവിക്കുന്ന ദൈവം ഇവിടെ നിൽപ്പുണ്ട്. അവന്റെ മുൻപിൽ പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. നിന്റെ വിഷമങ്ങൾക്ക്, വേദനകൾക്ക് അവൻ കൃത്യമായ പ്രത്യുത്തരം നൽകുമെന്ന് പറഞ്ഞു പഠിപ്പിച്ച, വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ വലിയ മൂല്യം പഠിപ്പിച്ച മാതാപിതാക്കളെയാ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥരായി അൾത്താരവണക്കത്തിനായിട്ട് ഉയർത്തിയത് എന്ന് നാമൊക്കെ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ മക്കള് ഓരോ സംശയങ്ങളും വിചാരങ്ങളും ഒക്കെയായി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കുറെ ചിന്തകളൊക്കെ നൽകുമെങ്കിലും ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടുവാനും ദൈവ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും എത്ര പേർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റും? അതുകൊണ്ട് ആ സ്നേഹമുള്ളവരെ പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ വിളനിലമാണ് എന്ന് പറയുവാൻ കാരണം. അല്ലാത്ത പക്ഷം കുടുംബങ്ങളൊക്കെ ചിതറിപ്പോകുകയാണ്. വർഷങ്ങൾക്ക് മുൻപ്, ഒരു 7-8 വർഷങ്ങൾക്ക് മുൻപ് കേരള ജനതയെ ആകമാനം ഞെട്ടിച്ച ഒരു വാർത്തയുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്ന ഒരു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവസാനം FIR ക്ലോസ് ചെയ്തത് ആൺകുട്ടിയുടെ പിതാവാണ് 1ാം പ്രതി എന്ന്. തള്ളിയിട്ടത് ആൺകുട്ടിയാണ്. എന്താണ് സംഭവിച്ചത്? സ്നേഹമുള്ളവരെ, ഈ ആൺകുട്ടിയുടെ പിതാവിന്റെ ദിനചര്യ ഇപ്രകാരമാണ്. മറ്റൊന്നുമില്ല, രാവിലെ എഴുന്നേൽക്കും, കട്ടൻ കാപ്പി കുടിക്കും, പുറത്തേക്ക് പോകും, കുറെ കൂലിപ്പണി ചെയ്യും, വൈകുന്നേരം കുടിച്ച് ഉന്മത്തനായി വീട്ടിൽ വരും, ഭാര്യയെ കിട്ടും, 4-5 കീറി കൊടുക്കും. അവസാനം കിട്ടുന്നതൊക്കെ വാരി തിന്നിട്ട് അവൻ എല്ലാ ദിവസവും വരുന്നത് ഒരു അശ്ലീല ചിത്രത്തിന്റെ CD-യുമായിട്ടാണ്. ഒരു അശ്ലീല ചിത്രത്തിന്റെ CD-യുമായി കടന്നു വന്ന് അവന്റെ സ്വീകരണ മുറിയിൽ അതിട്ട് കണ്ട് അവൻ ആ മദ്യത്തിന്റെ ലഹരിയിൽ അവിടെ കിടന്നുറങ്ങുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന, അവൻ ജന്മം നൽകി വളർത്തിയ അവന്റെ കുരുന്ന, അവന്റെ കുട്ടിയ. അവന്റെ കുരുന്നു മനസ്സിൽ അശ്ലീല ചിത്രത്തിന്റെ വലിയ വിത്തുകൾ പാകിയപ്പോൾ, വെറും 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ അയൽക്കാരിയായ കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ, കുതറി മാറ്റുന്ന പശ്ചാത്തലത്തിലാണ് ആ കുട്ടി എന്താ പറയേണ്ടത്, കുളത്തിൽ വീണ് മരിച്ചത്. സ്നേഹമുള്ളവരെ, യാത്രയുടെ യാമങ്ങളിൽ മാതാപിതാക്കന്മാർ കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് വേദങ്ങളും ഖുറാനും രാമായണവും ബൈബിളും ഒക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ട് ധാർമ്മികതയുടെ ഉത്തരവാദിത്വത്തിന്റെ വലിയ മൂലങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ദുഷ്മാതൃകകൾ അവർക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാൽ, സ്നേഹമുള്ളവരെ, അധപതനത്തിന്റെ വലിയ നാളുകളിലേക്കാണ് നാം നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ വിരൽ ചൂണ്ടിവിടുന്നത്. മറ്റൊരു സംഭവം കൂടി പറയാം. ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് മറ്റൊന്നുമല്ല, ആദ്യ ഷൂട്ട് കാണിക്കുന്നത് ഏകദേശം ഒരു 30 വയസ്സായ ഒരു സ്ത്രീ ഇരുന്ന് ധാരധാരയായി കണ്ണീര് പൊഴിച്ചുകൊണ്ട് കരയുകയാണ്. അവളുടെ കണ്ണീര് കാണുമ്പോൾ നമുക്കും ഒരു കരച്ചിൽ വരും. തൊട്ടടുത്ത് അവളുടെ വേറൊരു ഏകദേശം ഒരു 10 മാസമായ ഒരു കുഞ്ഞിരിപ്പുണ്ട്. ആ കുഞ്ഞി അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മയുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതനുസരിച്ച് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണുനീരിന്റെ ആ ചാലകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, അടുത്ത ഷൂട്ട് കാണിക്കുന്നത് ഇവൾ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീരിയലിലെ കഥാപാത്രത്തോട് അത്രമാത്രം ഇഴകിച്ചേർന്നുകൊണ്ട് അവൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഷൂട്ട് കാണിക്കുന്നത് ഇവിടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ട്. കണ്ണുനീര് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണുനീര് തുടച്ച് ടിഷ്യൂ പേപ്പർ ഓരോന്നായി എടുക്കുന്നു, തീരുന്നു. പിന്നെ അവസാനം ടിഷ്യൂ പേപ്പർ തപ്പിയിട്ട് കാണുന്നില്ല. അവസാനം തപ്പി ചെന്നപ്പം കൊച്ചിൻ്റെ അരയിൽ അവള് കണ്ണ് അവിടുന്ന് പറിക്കുന്നില്ല എന്നുള്ളതാണ്. TV നിന്ന് കണ്ണ് പറിക്കുന്നില്ല. കൊച്ചിൻ്റെ അരയിൽ പാമ്പർ കെട്ടിയിട്ടുണ്ട്. പാമ്പർ പതുക്കെ, ടിഷ്യൂ പേപ്പറാന്ന് പറഞ്ഞ് പാമ്പർ പതുക്കെ എടുത്ത് അത് വലിച്ചു പറിച്ച് മുഖത്ത് തൂക്കുകയാണ്. മുഖത്ത് നോക്കിയിട്ട് ചെറിയൊരു തണുപ്പ് കിട്ടുന്നു. എന്നിട്ടും അവള് അതിൽ നിന്ന് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കസ്തൂരിയുടെ ഗന്ധം വന്നപ്പോഴാണ് അവർക്ക് ഞെട്ടി അവൾ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ പാമ്പർ പറിച്ചാണ് അവള് തൻ്റെ മുഖം തുടച്ചത് എന്ന് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞെട്ടിച്ചിരുന്ന് നിൽക്കുന്ന ഒരവസ്ഥ. സ്നേഹമുള്ളവരെ, ഇത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് ആ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ കണ്ടതായിരിക്കും. ഓർക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. യാത്രയുടെ യാമങ്ങളിലും പകലും ഏത് സമയമായിക്കൊള്ളട്ടെ, നമ്മളുടെ കുട്ടി
കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റണം. ധാർമ്മികതയുടെ വലിയൊരു ദീപം കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റണം. കുടുംബം കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് വിദ്യാലയമാണ്. വിശ്വാസത്തിന്റെ മാത്രമല്ല, ധാർമ്മികതയുടെയും അതോടൊപ്പം തന്നെ നല്ല പെരുമാറ്റ രീതികളുടെയും ഒക്കെ വിളനിലമാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താണ് സ്നേഹമുള്ളവരെ? ഒരു കുട്ടി ചീത്തയായിട്ട് മാറുന്നുണ്ടേ എങ്കിൽ അവന്റെ മാതാപിതാക്കന്മാരും അവനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒന്നാം സ്ഥാനം നിൽക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥ എന്താണ്? കുട്ടികളെ പീഡിപ്പിക്കുന്ന അധ്യാപകര്, കുട്ടികളെ മറ്റു വഴിയിലൂടെ പറഞ്ഞുവിടുന്ന അധ്യാപകര്, കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന അധ്യാപകര്, അറിവിന്റെ നല്ല പാഠങ്ങൾ, അനുഭവത്തിന്റെ നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകര് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് എന്നത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏത് പ്രവൃത്തിയിലാണെങ്കിലും, ഏത് ജോലി വൃത്തിയിലാണെങ്കിലും, ഏത് ഉത്തരവാദിത്തത്തിനാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടും ധാർമ്മികതയുടെ തലത്തിൽ നിന്നുകൊണ്ടും നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഭാവി തലമുറയെ വളർത്തിയില്ലെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് കൊലപാതകങ്ങളും അരാജകത്വങ്ങളും അഴിമതികളും അച്ചടക്കമില്ലായും മാത്രമല്ല, ഡൽഹിയിലെ പെൺകുട്ടിയും ജിഷയും സൗമ്യയുടെയും ഒക്കെ ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും നമ്മളുടെ ഈ സാക്ഷരത നേടിയ വിശ്വാസത്തിൽ ഊണ്ടു നിൽക്കുന്ന, ആടി നിൽക്കുന്ന എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഈ കൊച്ചു കേരളത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഇത് ആളി പടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അവന്റെ വിശ്വാസത്തിലേക്കും ധാർമ്മിക പ്രബുദ്ധതയിലേക്കും നാമൊക്കെ തിരിച്ചു വരണം. വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ സന്ദേശം സമാപിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, പഴയ നിയമത്തിലെ വായിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സ്നേഹമുള്ളവരെ, കർത്താവ് സംപ്രീതനാകുന്നത് പറയുന്നുണ്ട് വിശുദ്ധരില. വിശുദ്ധരിൽ സംപ്രീതനായിരിക്കുന്ന കർത്താവ്, അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അനുഗ്രഹങ്ങൾ നൽകുക, കരുണ നൽകുക, അതുപോലെ തന്നെ ഒത്തിരിയേറെ ചോദിക്കുന്നതൊക്കെ വാങ്ങി നൽകുക. അത് നൽകുന്നത് വിശുദ്ധരിൽ സംപ്രീതനായിരിക്കുന്നവരാണ്. നമ്മളൊക്കെ വിശുദ്ധനാണ്.